ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റേ ചെയ്യുന്ന സ്പോർട്സ് നെറ്റ് കെയർ സെൻറ്ററിന് നേരെ ഓപ്പോസിറ്റ് കുട്ടികൾക്കുള്ള പാർക്കാണല്ലോ. അപ്പോൾ കുട്ടികളെന്നും അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളും കൂടി ഒന്ന് ഇറങ്ങാൻ തരും വലിയ പൂളിലൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ട്യൂബൊക്കെ കൊണ്ടാണ് പോകുന്നത്. ജസ്റ്റ് ഒരു ഗേറ്റ് ഇറങ്ങാൻ തന്നെ പാർക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയിടനെ തന്നെ കുട്ടികൾ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഡെയിലി പ്ലേസ് ആണിട്ടത്. അപ്പോൾ ഇമേൽ ആദ്യം തന്നെ കൊത്തി പിടിച്ച് കയറിയത് ഈ ഐറ്റത്തിലാണ്. അതിന് ഇരുത്തി കൊടുത്തപ്പോൾ തന്നെ ഒറ്റയ്ക്ക് ആടുന്നുണ്ടായിരുന്നു. എന്താ എനിക്ക് എങ്ങനെ അറിയാമെന്നൊന്നും അറിയില്ല, പക്ഷേ അവനെ ആടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവനെ ഊഞ്ഞാലിലൊക്കെ ഇരുത്തി കുറച്ച് നേരം ആട്ടി കൊടുത്തിട്ടു. പിന്നെ ഈ ഒരു ഐറ്റം എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ഇരുത്തിയതായിരുന്നു, പക്ഷേ അവൻ ഇറങ്ങി പോകുന്നു. എന്താണെന്നറിയില്ല, അവന് ഇഷ്ടമായില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും സ്വിങ്ങിലിരുത്തി. അപ്പോൾ ഇത് സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ എസാപ്പിനെയും കൂട്ടിത്തിരുത്തിട്ടോ. അവന് കുറച്ച് നേരം ഇതിലൊക്കെ കളിച്ചു. അപ്പോൾ ഈ ജമ്പർ എനിക്ക് ഇഷ്ടമായി, പക്ഷേ ഇത് പറഞ്ഞ പോലെ തന്നെ സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ മറ്റേ ജമ്പറിൽ പോയി ഇരുത്തി നോക്കി. അപ്പോൾ വീണ്ടും ഇറങ്ങി പോന്നിട്ട് ആ ഒരു ജമ്പറിലേക്ക് തന്നെ പോകുമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് സ്ലൈഡൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം സ്ലൈഡിൽ ഇരുത്തി നോക്കി. അപ്പോൾ ആദ്യമൊക്കെ അവന് കംഫർട്ടബിൾ അല്ലായിരുന്നു, പിന്നെ എനിക്ക് ഇഷ്ടമായിട്ടോ. കമ്മയിൽ നടന്നിട്ടൊക്കെ ആയിരുന്നു പിന്നെ സ്ലൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ ഞാൻ കുറേ നേരം അവൻ്റെ വൈക്കിട്ടു കേട്ടോ. അവൻ ഒറ്റയ്ക്ക് കളിക്കായിരുന്നു. അങ്ങനെ ഈ സ്റ്റെയറിൽ അവൻ ഒറ്റയ്ക്ക് കയറി പോകണിട്ട് ഞാൻ അവനെ ബാക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തെടുത്തിട്ടോ. തടഞ്ഞില്ല, അവൻ കയറണമെങ്കിൽ കയറിക്കോട്ടെ. അപ്പോൾ അങ്ങനെ സ്ലൈഡിൽ ഒറ്റയ്ക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു ആൾ. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ ഹെസൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവനെ സ്ലൈഡിൽ നിന്ന് ഇരുത്തി. പിന്നെ മേമിൻ്റെ കൂടെ അവനെ ഊഞ്ഞാലൊക്കെ ആടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൂളിൽ ഇറങ്ങാനുള്ള ടൈമായിട്ടോ. അപ്പോൾ പൂളിൽ ഞാൻ വലിയ ട്യൂബൊക്കെ ഇട്ടിട്ട് ഇറക്കി. അവനക്ക് ഇഷ്ടമാണ് കേട്ടോ. വാട്ടറൊക്കെ സ്പ്ലാഷ് ആയിട്ട് കളിക്കായിരുന്നു. മുന്നേ വന്നിട്ടുണ്ട്. പിന്നെ സൈഡാൻ വന്നപ്പോൾ മെല്ലെ എടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് തോത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്ര കേട്ടോ ഇന്നത്തെ വീഡിയോ. പൂളിലൊക്കെ ഇറക്കി പാർക്കിലൊക്കെ കയറ്റിയോണ്ടായിരിക്കും ഇമ്മലിൻ്റെ എനിക്ക് അവ കിട്ടി. താങ്ക് യു.